കേരളത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കാരണം വലിയ പ്രയാസം ജനങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. ഇന്നലെ എറണാകുളത്ത് പവർ കട്ട് സമയത്ത് മെഴുകുതിരി കത്തിച്ച് അതിൽ നിന്നും തീ പടർന്ന് ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുകയാണ്, മറിയം. ഇന്ന് ലോകകപ്പിൻ്റെ ഫൈനലാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഓരോ ടീമുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീനയാണ്, സ്പെയിൻ ഇഷ്ടപ്പെടുന്ന ടീമുണ്ടാവും. പക്ഷേ കളി കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ടീം ജയിക്കുമെന്നുള്ള ആശങ്കക്കൊപ്പം തന്നെ ഇപ്പോൾ അർജൻറ്റീനയാണെങ്കിൽ മെസ്സി അളന്നു മുറിച്ച് നൽകുന്ന ക്രോസ് ഹെഡ് ചെയ്യാൻ നേരത്ത് കറണ്ട് പോകുമെന്നുള്ള ഭയം കൂടി മലയാളിക്ക് ഉണ്ടാവുകയാണ് കേരളത്തിൽ. ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ പവർ കട്ട് ലോഡ് ഷെഡിങ്ങും ഇല്ലാതിരിക്കാൻ പ്രത്യേകം സർക്കാർ ശ്രദ്ധിക്കണം. അതുണ്ടാകില്ല എന്നൊക്കെ തന്നെ ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിൽ നേരത്തെയും ഇങ്ങനെ പറഞ്ഞിട്ടും അതിന് ഫലം കണ്ടില്ല. ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ കറണ്ട് പോകാതിരിക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കണം. കറണ്ട് പോയാൽ അത് ഗൗരവമേറിയ പ്രശ്നമായി മാറും. UDF ഗവൺമെൻറ്റിൻ്റെ മിസ്മാനേജ്മെൻറ്റാണ് വൈദ്യുതി മേഖലയിലെ ഈ പ്രതിസന്ധിക്ക് കാരണം. ലോങ് കോൺട്രാക്റ്റിന് പകരം ഷോർട്ട് കോൺട്രാക്റ്റിലേക്ക് പോയി 400 മുതൽ 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുള്ള സംസ്ഥാനത്ത് ഹ്രസ്വ കരാറിൽ 150 മെഗാവാട്ട് മാത്രമാണ് വാങ്ങിയത്. വൈദ്യുതി മന്ത്രി ഇതിന് പറഞ്ഞത് വിചിത്രമായ വാദമാണ്. 10 രൂപയിലധികം ഒരു യൂണിറ്റിന് വാങ്ങാനുള്ള ശ്രമം നടത്തിയിട്ടും നടന്നിട്ടില്ല എന്നാണ്. എന്നാൽ പവർ സെൻറ്ററിലെ പരിശോധന പൊതുവെ നടത്തിയപ്പോൾ ജൂലൈ 15 മാത്രം കർണാടക ഗവൺമെൻറ് യൂണിറ്റിന് 9 രൂപക്ക് 9.2 രൂപ 2 പൈസക്ക് കരണ്ട് നൽകിയിട്ടുണ്ട്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. KPCC പ്രസിഡന്റ് കൂടിയായ വൈദ്യുതി മന്ത്രി എന്തുകൊണ്ട് കർണാടക ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് ഇതിന് പരിഹാരം കാണാൻ തയ്യാറായില്ല? അപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണവും നിലപാട് സ്വീകരിച്ചു പോകുന്നതിന് പകരം ഇതിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ വൈദ്യുതി മന്ത്രി തയ്യാറാകണം. വൈദ്യുതി മന്ത്രി ഇപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ പ്രവർത്തനമല്ല നടത്തുന്നത്, KPCC പ്രസിഡന്റ് പ്രവർത്തനം നടത്തുന്നത്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള തല്ല് പരിഹരിക്കാനുള്ള പഞ്ചായത്ത് പറയുന്ന പണിയാണ് കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി എടുക്കുന്നത്. പവർ കട്ട് ലോഡ് ഷെഡിങ് പരിഹരിക്കാനുള്ള ഇടപെടലിനല്ല നേരം കളയുന്നത്. കോൺഗ്രസിലെ കടുത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് വൈദ്യുതി മന്ത്രി, KPCC പ്രസിഡന്റ് കൂടിയായ വൈദ്യുതി മന്ത്രി സമയം ചെലവഴിക്കുന്നത്. ഇത് കാരണമാണ് വൈദ്യുതി വകുപ്പിൽ ശ്രദ്ധ ചെലുത്താൻ വൈദ്യുതി മന്ത്രിക്ക് സാധിക്കാതെ പോകുന്നത്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുക ഒക്കെ ശരി, പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണ്. 10 കൊല്ലം കേരളത്തിൽ LDF ഭരിച്ചപ്പോൾ പവർ കട്ട് ലോഡ് ഷെഡിങ്ങും ഇല്ല. 10 കൊല്ലം ഭരിച്ചപ്പോൾ ഇല്ല. എന്നാൽ ഇപ്പോൾ വൈദ്യുതി മന്ത്രിക്ക് പാർട്ടി പ്രസിഡന്റിൻ്റെ പണിയെടുക്കാനാണ് നേരം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സംസ്ഥാനവുമായി ചർച്ച ചെയ്ത് 9 രൂപക്ക് യൂണിറ്റിന് വൈദ്യുതി വാങ്ങാൻ മുഖ്യമന്ത്രിയും തയ്യാറാകാതെ പോകുന്നു. അവർക്കൊന്നും ഇതിന് നേരമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിൻ്റെ ഭാഗമായി 2 രക്തസാക്ഷിത്വമാണ് കേരളത്തിലുണ്ടായത്. പാലക്കാട് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വൈദ്യുതി പോയത് കാരണം പ്രവർത്തിക്കാത്തതിൻ്റെ ഭാഗമായി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു ഈ പവർ കട്ട് കാരണം. എറണാകുളത്ത് പവർ കട്ട് കാരണം മെഴുകുതിരി കത്തിച്ച് അതിൽ നിന്നും തീ ആളിപ്പടർന്ന് മറിയം എന്ന സ്ത്രീ മരണപ്പെട്ടു. 2 രക്തസാക്ഷിത്വമാണ്. UDF ഭരണത്തിൻ്റെ അനാസ്ഥ കാരണം, UDF ഭരണത്തിൻ്റെ വൈദ്യുതി മേഖലയിലെ മിസ്മാനേജ്മെൻറ്റ് കാരണം, വൈദ്യുതി മന്ത്രി പാർട്ടി പ്രസിഡന്റിൻ്റെ പ്രവർത്തനം കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം 2 മനുഷ്യജീവനാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടത്. മന്ത്രിമാർക്ക് ഏക അഭിപ്രായമില്ല. ഏത് കാര്യത്തിൽ ഏക അഭിപ്രായമുള്ളത്? PMCയുടെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. നിപ്പ വന്നപ്പോൾ വ്യത്യസ്ത അഭിപ്രായം മന്ത്രിമാർ പങ്കുവച്ചു. ധവളപത്രം ക്യാബിനറ്റിൽ പറഞ്ഞ് നിയമസഭയിൽ വന്നതിന് ശേഷം പിന്നീട് തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിയും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. വഖഫ് വിഷയത്തിൽ ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. എന്തിന് കേരളത്തിൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ പോലും ഒരു ഏകീകരിച്ച അഭിപ്രായം പറയാൻ UDF ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല.
മഴ കാരണം റോഡിൽ കുഴിയാണ് എന്നാണ് ഒരു മന്ത്രി പറഞ്ഞത്. മഴ കാരണം പകർച്ചവ്യാധി പകരുന്നുവെന്നാണ് മറ്റൊരു മന്ത്രി പറഞ്ഞത്. എന്നാൽ മഴ ഇല്ലാത്തത് കാരണമാണ് പവർ കട്ട് ലോഡ് ഷെഡിംഗ് എന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. മഴ പെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഒന്നിച്ച അഭിപ്രായം പറയാൻ സാധിക്കാത്ത ഒരു നാണംകെട്ട ഭരണമായി ഈ 2 മാസം കൊണ്ട് UDF ഭരണം മാറി. മന്ത്രിമാർ തമ്മിലുള്ള ഏകോപനമില്ല. മുഖ്യമന്ത്രി അതിൽ എല്ലാവരെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല. ഇങ്ങനെയുള്ളൊരു വല്ലാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പം അതുകൊണ്ട് അടിയന്തരമായി വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. ഇന്ന് ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ കറണ്ട് പോകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കാണണം. ഫൈനലിൽ കറണ്ട് പോകാതിരിക്കാനുള്ള നടപടി KSEB സ്വീകരിച്ചു എന്ന് പറയുന്നത് 300 മെഗാവാട്ട് അധിക ആവശ്യകത കണക്കൂട്ടി നടപടി, യൂണിറ്റിന് 10 രൂപ കൊടുത്ത് വൈദ്യുതി വാങ്ങും തീരുമാനമായിട്ട്. ഇതിനു മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അനുഭവം എന്താ നമുക്കറിയാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സി അളന്നു മുറിച്ച് ക്രോസ് ചെയ്തിട്ട് ഹെഡ് ചെയ്യാൻ നേരത്ത് കറണ്ട് പോയ അനുഭവം കേരളത്തിലുണ്ട്. അപ്പോൾ ഫുട്ബോൾ പ്രേമികൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട ടീം ജയിക്കണം, അതിൻ്റെ ഒരു ടെൻഷൻ ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ കളി കാണുമ്പോൾ എപ്പോഴാണ് കറണ്ട് പോകുക എന്നുള്ള ടെൻഷനും ഉണ്ടാകുന്നു. അതുകൊണ്ട് അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണം. 2 മനുഷ്യജീവൻ ഇതിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടു. ഗൗരവമുള്ള പ്രശ്നമാണ്. ആ ഗൗരവത്തിൽ ഇതിനെ കാണണം. വൈദ്യുതി മന്ത്രിയുടെ ജോലി ചെയ്യണം. KPCC പ്രസിഡന്റിൻ്റെ ജോലിയല്ല ചെയ്യേണ്ടത്, വൈദ്യുതി മന്ത്രിയുടെ ജോലിയാണ് ചെയ്യേണ്ടത്. കോൺഗ്രസ്സിലെ തമ്മിലടി തീർക്കാനാണ് മുഴുവൻ സമയവും KPCC പ്രസിഡന്റ് എന്ന നിലയിൽ വൈദ്യുതി മന്ത്രി സമയം ചെലവഴിക്കുന്നത്. ഇത് കാരണം വൈദ്യുതി വകുപ്പിനൊരു മന്ത്രി ഇല്ലാതെ പോയി എന്നുള്ളതാണ് പ്രശ്നം. ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് മനുഷ്യരാണ്, ഈ നമ്മുടെ നാടാണ്. ഈ 10 കൊല്ലത്തൊന്നും ഇല്ലായിരുന്നല്ലോ. 10 കൊല്ലം ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അപ്പോൾ ഗൗരവമുള്ള പ്രശ്നമാണ്. വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണണം. വളരെ സീരിയസ് ആയി വിഷയത്തെ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കണ്ടിടപെടണം. കുറഞ്ഞ വിലയിൽ വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം കരാർ റദ്ദാക്കിയത് LDF സർക്കാരാണ് എന്നുള്ളതാണ് UDF പറയുന്നത്. അതാ പറഞ്ഞത്, ഇത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുകയാണ്. സുപ്രീം കോടതിക്ക് മുമ്പുള്ള കേസുണ്ട്, അതിൽ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് വസ്തുത എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മുൻകരുതലെടുക്കാൻ തയ്യാറായിട്ടില്ല. മിസ്മാനേജ്മെൻറ്റ് വന്നു. ജൂലൈ 15 കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഗവൺമെൻറ് തന്നെ 9 രൂപ 2 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതി നൽകിയപ്പോൾ കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി പറയുന്നത് 10 രൂപയിലധികം പോലും യൂണിറ്റിന് വൈദ്യുതി കിട്ടാനില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മണിയാശാനെ പല നിലയിലും പരിഹസിച്ചവരാണ് UDFൻ്റെ പല നേതാക്കന്മാരും. 2017 ഇതുപോലെ ഒരു ക്രൈസിസ് വന്ന ഘട്ടത്തിൽ മണിയാശാൻ്റെ ഇടപെടൽ, ഒരു വൈദ്യുതി മന്ത്രി എന്നുള്ള നിലയിൽ നടത്തിയ ഇടപെടൽ നമ്മുടെ മുമ്പിലുണ്ട്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തു, ഗുജറാത്തുമായി ചർച്ച ചെയ്തു, ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. ഈ ഗവൺമെൻറ് 2021 ഗവൺമെൻറ് 10 സംസ്ഥാനങ്ങളിലേക്ക് ആളെ വിട്ടു. അങ്ങനെയാണ് ചർച്ച ചെയ്ത് വിഷയം പരിഹരിച്ചത്. 10 കൊല്ലം മികച്ച മാനേജ്മെൻറ്റായി മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് വൈദ്യുതി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഒരു നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇതിനൊന്നും നേരല്ല. മുഖ്യമന്ത്രിക്ക് എന്തിനാണ് നേരെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. അദ്ദേഹം ഇങ്ങനെ വാചക കസരത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഇപ്പുറത്ത് വൈദ്യുതി മന്ത്രിയാണെങ്കിൽ KPCC പ്രസിഡന്റിൻ്റെ പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്.